കീഴ്ക്കോടതികളിലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനത്തെക്കുറിച്ച് കണ്ടു. ഹൈക്കോടതിയിലും ഉണ്ട് പ്രോസിക്യൂട്ടർമാരുണ്ട്, ഗവൺമെൻറ് പ്ലീഡർമാർ. അപ്പോൾ അവരെ ഒക്കെ നിയമിക്കുന്നത് ഗവൺമെൻറ് ഇങ്ങനെ നിയമിക്കുമ്പോൾ സത്യത്തിൽ ഇതാരെങ്കിലുമൊക്കെ പറഞ്ഞ് ഇപ്പം നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ വി ഡി സതീശനാണ്. അദ്ദേഹം ഇത് ഇന്നൊന്നും അദ്ദേഹത്തിന് എല്ലാവരെയും ഒന്നും അറിഞ്ഞൂടോ, കുറച്ച് പേരെയൊക്കെ പരിചയം കാണുള്ളൂ, ബാക്കി എല്ലാവരെയും ഒന്നും അദ്ദേഹത്തിന് അറിയില്ലല്ലോ. ഇത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന വെച്ചുകൊണ്ടായിരിക്കാം. ഏതായാലും കുറേ എണ്ണത്തിനെ അങ്ങ് അപ്പോയിൻ്റ് ചെയ്യും. 5 പൈസയുടെ വിവരമില്ലാത്ത അതിനെ ഒക്കെ പ്രോസിക്യൂട്ടർമാരായിട്ടും ഗവൺമെൻറ് പ്ലീഡർമാരായിട്ട് കയറ്റിവിടും. ഇത് യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ, ഇത് ഒന്നുകിൽ AG ജയ്ജു ബാബുവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ DGP അസഫ് അലിക്ക് എല്ലാ വക്കീലന്മാരെ അറിയാം, ജയ്ജു ബാബുവിനും മുഴുവൻ ആളുകളെ അറിയാം. അവരുടെ അടുത്തൊക്കെ ചോദിച്ചതിന് ശേഷം അവരുടെ ഒരു ഒപ്പീനിയനും കൂടെ എടുത്തിട്ട് മാത്രമേ ഇതൊക്കെ അപ്പോയിൻ്റ് ചെയ്യാവൂ ഹൈക്കോടതിയിൽ. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്നറിയോ, ജഡ്ജിമാർക്ക് വലിയ തലവേദനയാണ്. കാരണം പ്രോപ്പറായിട്ടൊരു കേസ് ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് വിധിക്കേണ്ട ഒരു കേസാണ്. എതിർഭാഗത്ത് നല്ല മിടുക്കനായ വക്കീലിൽ നിന്ന് വാദം പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ ഒന്നുമില്ലാതെ, ഒന്നും ചൂണ്ടിക്കാണിക്കാതെ നിന്ന് വേർക്കുന്ന GPമാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നേരെ മറിച്ച് എൻ്റെ കോടതിയിൽ ഞാൻ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നാരെയൊക്കെ വിടാവുന്ന. എൻ്റെ കോടതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഇത്രയും കാലങ്ങളിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തേക്കുന്ന GPമാർ, അവരിപ്പോഴും GPമാരായിരുന്നു, ഈ അടുത്ത കാലം വരെ അവരുണ്ട്. അവർ നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നതും പഠിച്ചു കൊണ്ടുവന്ന് ജോലി ചെയ്യുന്നവരുമാണ്. ഇല്ലെങ്കിൽ എൻ്റെ കോടതിയിൽ നിൽക്കാൻ അവർക്ക് പറ്റത്തില്ലായിരുന്നു. കാരണം ഞാൻ അത് ഒന്നും വെച്ച് പൊറപ്പിക്കുന്ന കാര്യമില്ല, പോയി പഠിച്ചുകൊണ്ട് വരാൻ പറയും, കാര്യം തീർന്ന്. അത് അങ്ങനെ വരികയില്ല എൻ്റെ അടുത്തോട്ട് വിടുന്നെന്ന് അറിഞ്ഞാൽ തന്നെ ചിലർ കാല് പിടിച്ച് മാറും കോടതി. ആ രീതിയിലാണ്. കഴിവുള്ള നല്ല മിടുക്കരായ ആളുകൾ എൻ്റെ മുമ്പിൽ എൻ്റെ കോടതിയിൽ പ്രോസിക്യൂട്ടേഴ്സ് ആയിട്ടുണ്ട്. അവരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവരിൽ പലരുമായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. അവരൊക്കെ എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ആ റെസ്പെക്റ്റ് അവരിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും അവരോട് ആ പെരുമാറ്റം തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞത് ഹൈക്കോടതിയിലെ കാര്യം. ഇനി കീഴ്ക്കോടതിയിൽ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതീവ ഗുരുതരമാണ് സ്ഥിതിവിശേഷം. ഇത് അതായത് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുണ്ട്, ഗവൺമെൻറ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരാളുണ്ട്. അയാളാണ്, ഒരാളെ മാത്രമേ ഒരു ജില്ലയിൽ അതുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡറും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സുമാണ്. അപ്പോൾ ഇവരെയൊക്കെ നിയമിക്കുന്നുണ്ടല്ലോ, വെറും രാഷ്ട്രീയം കണ്ടുകൊണ്ട് പലപ്പോഴും നിയമിക്കാറുണ്ട്. രാഷ്ട്രീയം കണ്ടുകൊണ്ട് നിയമിക്കുന്നതിൽ പോലും നല്ല മിടുക്കരായ ആളുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേരുണ്ട് അങ്ങനെ. ഉദാഹരണമായിട്ട് ഒരു CPM-കാരനാണ് ശ്രീ രാജഗോപാലൻ നായർ. എൻ്റെ കോടതിയിൽ ഞാൻ അവിടെ തിരുവനന്തപുരം ജില്ലാ ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ എൻ്റെ കോടതിയിൽ ഗവൺമെൻറ് പ്ലീഡറും പ്രോസിക്യൂട്ടറുമായിരുന്നു അദ്ദേഹം. അന്തസ്സായിട്ട് ആണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് അവിടെ വരുമ്പോൾ രാഷ്ട്രീയമില്ല, യാതൊരു കാര്യമില്ല. അത്ര നന്നായിട്ട് നീതി നിർവഹണം നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അത് ഞാൻ കണ്ടു. ഇതുപോലെ ഒരുപാട് പേര് എൻ്റെ കോടതിയിൽ വർക്ക് ചെയ്തേക്കുന്നവർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇല്ലെന്ന്, അതുകൊണ്ട് രാഷ്ട്രീയം ഒരാൾക്ക് പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയക്കാരാകാം. പക്ഷേ അത് കഴിവുള്ളവരായിരിക്കണം. അവർക്ക് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കൊടുക്കണ്ടെന്ന് പറയുന്നില്ല. ഓരോ ഗവൺമെൻറ് മാറി വരുമ്പോഴും അവർക്ക് ഈ പ്രോസിക്യൂട്ടർമാരെ അപ്പോയിൻ്റ് ചെയ്യാം, അതായത് അവരുടേതായ ഗവൺമെൻറ് പിള്ളേർമാരെ അപ്പോയിൻ്റ് ചെയ്യാം. പക്ഷേ അതിനൊക്കെ ഓരോ മാനദണ്ഡമുണ്ട്. മാനദണ്ഡം എന്നൊക്കെ പറഞ്ഞാൽ നല്ല, അതായത് പ്രാക്ടീസിൽ പരിചയമുള്ള ആളുകൾ, സ്വഭാവശുദ്ധിയുള്ള ആളുകൾ, വെറും ചുമ്മാതെ വഴക്കുണ്ടാക്കി കൊണ്ട് നടക്കുന്നതല്ലാതെ കോടതി വരുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ഉള്ള ആളുകളെ നോക്കി വേണം ഇത് അപ്പോയിൻ്റ് ചെയ്യാൻ. ഇതിന് പണ്ടൊരു വലിയ പ്രശ്നം വന്നെന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ്റിന് തോന്നുന്ന പോലെ ആരെങ്കിലുമൊക്കെ എടുത്തങ്ങ് അപ്പോയിൻ്റ് ചെയ്യും. കോടതി വന്നാൽ ഇയാൾക്ക് 5 പൈസയുടെ വിവരം ഇല്ലാത്തവനെ, ഒന്നും അറിഞ്ഞുകൂടാത്തവർ, അങ്ങനെയുള്ളവർ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ വല്ലതും ചോദിച്ചാൽ അവർ കരഞ്ഞിട്ടുണ്ട് എൻ്റെ മുമ്പിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അതല്ല നമുക്ക് വേണ്ടത്, അപ്പോൾ സുപ്രീം കോടതി ഇതിൽ അവസാനം ഇടപെട്ടു. ഈ പ്രശ്നം വഷളായി കഴിഞ്ഞപ്പോൾ ഇടപെട്ടിട്ട് മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തു. ജില്ലാ ജഡ്ജി ഉണ്ടല്ലോ, അവിടുത്തെ, അതായത് ഓരോ ജില്ലയിലെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി വേണം ഇതിൻ്റെ ഒരു പാനൽ തയ്യാറാക്കി കളക്ടർക്ക് കൊടുക്കാൻ. അതായത് കളക്ടർ അല്ലാതെ ഇപ്പോൾ ഗവൺമെൻറ് വന്നപ്പോൾ ഇത് അറിയാൻ വയ്യാതാണ്, അവർക്ക് ഇത് അറിഞ്ഞൂടാ. അറിയാതെ ഇതെല്ലാം അങ്ങ് കളക്ടർക്ക്, പുതിയ നിയമന രീതിയെല്ലാം അങ്ങ് കളക്ടർക്ക് കൊടുത്തു കഴിഞ്ഞാലുള്ള കാര്യം എന്താണെന്നറിയോ,
കണ്ട ഡൂക്കിലി രാഷ്ട്രീയക്കാർ പറയുന്നതൊക്കെ ഈ കളക്ടർക്ക് കേൾക്കണം. നേരെ മറിച്ച് ജില്ലാ ജഡ്ജിക്ക് കൊടുത്താലോ, ജില്ലാ ജഡ്ജി എടുത്ത് ഒരുത്തിന് റെക്കമെൻഡേഷനും അതോ ഇതും കൊണ്ട് ചെല്ലത്തില്ല. ജില്ലാ ജഡ്ജിക്ക് അറിയാം കോടതി പെർഫോം ചെയ്യുന്ന ഒരുത്തനെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നറിയാം. അല്ലെങ്കിൽ കൊളരുതാത്ത ഒരുത്തനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും, അഭിഭാഷകരായിട്ട് വരുന്നവരെ. അങ്ങനെ അതുകൊണ്ട് ജില്ലാ ജഡ്ജിക്ക് ഇത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞ് ജില്ലാ ജഡ്ജിയുടെ വ്യൂ അതിന് പ്രാമുഖ്യം കൊടുക്കണം, പ്രൈമസി അത് കൊടുത്തുകൊണ്ട് വേണം ചെയ്യാൻ. ജില്ലാ ജഡ്ജിയുടെ കൊടുക്കുന്ന പാനലില്ലാത്ത ഒരാളെ അപ്പോയിന്റ് ചെയ്യരുത്. അങ്ങനെ നമ്മളൊരു പാനൽ കൊടുക്കും. ബാക്കി പിന്നെ രാഷ്ട്രീയം നോക്കി ഗവൺമെന്റിന് അത് കളക്ടർക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാം, ഇന്നാരെന്നൊക്കെ. ഈ പാനലിൽ ഇല്ലാത്തവരെ അപ്പോയിന്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നടക്കത്തില്ല. എൻ്റെ അടുത്ത് ഒരിക്കൽ പതുക്കെ ഒരു കളക്ടർ ഒരു ലിസ്റ്റ് കൊടുത്തയച്ചു, ഞാൻ കൊടുക്കേണ്ട ലിസ്റ്റ്. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ ആദ്യം ദേഷ്യം വന്ന്, പിന്നെ ഞാനങ്ങ് ചിരിച്ചു പോയി. ഇയാളുടെ വിവരക്കേട് കൊണ്ട് ഞാനത് വലിച്ചീറിയുണ്ടല്ലോ, നേരെ അതിലോട്ട് ഇട്ടേക്കാൻ പറഞ്ഞു ഞാൻ കൊടുത്തയച്ച ലിസ്റ്റ്. കാരണം ബഗേഴ്സ് കനോട്ട് ബി ചൂസേഴ്സ് എന്നുള്ള പ്രിൻസിപ്പിളാണത്. അപ്പം ഞാൻ അനങ്ങാതിരുന്നിട്ട് എന്നിട്ട് ഒരു ലിസ്റ്റ് അങ്ങോട്ട് അവിടെ നിന്ന് തയ്യാറാക്കി അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഉടനെ ഇത് വലിയ ചർച്ചാ വിഷയമായി. ഞാൻ പറഞ്ഞു, മേലാൽ ഇതുപോലുള്ള എൻ്റെ അടുത്ത് ഒരു ലിസ്റ്റും എൻ്റെ അടുത്ത് കൊടുത്തയക്കരുത്. അപ്പോൾ അത് ഞാൻ അയാളുടെ പേര് പറയുന്നില്ല, ആ കളക്ടറുടെ പേര് പറയുന്നില്ല, ജില്ലയും ഞാൻ പറയുന്നില്ല ഏതായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലർ കേൾക്കും ഇത് കൊടുക്കുമ്പോൾ, പക്ഷെ ഞാൻ കേൾക്കുകയല്ല, എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ ഒക്കത്തില്ല. ഈ ലിസ്റ്റ് ഇതും കൊണ്ടുവന്നിട്ടുണ്ട്. ആ ലിസ്റ്റും തെള്ളി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയക്കാരൻ്റെ പേരും ഒക്കെ കുത്തിക്കയറ്റി. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് 5 പൈസയുടെ വിവരമില്ലാത്ത ആളുകളെയാണ് അത് ഉൾപ്പെടുത്തിയേക്കുന്നത്. എനിക്കല്ലാതെ വേറെ ഒന്നുമില്ല. അതിനകത്ത് ആ ലിസ്റ്റ് കൊള്ളാവുന്നതായിരുന്നുവെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യാം. ആ ലിസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അയാൾക്ക് അതിനുള്ള അധികാരമില്ല എൻ്റെ അടുത്ത് തരാൻ, പറയാനും പറ്റത്തില്ല. അപ്പോൾ കളക്ടറെ കഴിഞ്ഞ് എത്രയോ മേലെയാണെന്നറിയാമോ ഒരു ജില്ലാ ജഡ്ജി എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ അയാൾ യഥാർത്ഥത്തിൽ പിന്നെ വേറെ കാര്യമുണ്ട്. ചില ജില്ലാ ജഡ്ജിമാർ ഈ പവർ ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകളെ യഥാർത്ഥത്തിൽ ആ പവർ അവർക്കേ കൊടുക്കാവുള്ളൂ. ആ പവർ എന്താണെന്ന് അവർ തിരിച്ചറിയണം, അവരുടെ അധികാരം എന്താണെന്ന് അറിയണം, അത് മനസ്സിലാക്കണം, ആ പൊസിഷൻ കാത്തു സൂക്ഷിക്കണം. അങ്ങനെയുള്ളവരെ അതിരിക്കാവുള്ളൂ. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പം ശേഷൻ അദ്ദേഹം TN ശേഷം വന്നപ്പോഴാണല്ലേ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായത്, അതിൻ്റെ അധികാരങ്ങൾ മനസ്സിലായത്. എന്ന് പറഞ്ഞതുപോലെ ഓരോ പോസ്റ്റിനും അതിൻ്റേതായ അധികാരമുണ്ട്, അധികാര പരിധിയുണ്ട്. ആ പരിധി വിട്ടുള്ള പെരുമാറ്റം പാടില്ല. ആ അധികാരം പ്രയോഗിക്കാൻ അറിയണം. അതുകൊണ്ടാണ് ഒരിക്കലും എന്ത് കമ്മിറ്റി വന്നാലും ശരി, കളക്ടർ ഒരുപാട് കമ്മിറ്റികളിൽ ജില്ലാ ജഡ്ജിയുമായിട്ടുള്ള കമ്മിറ്റികളിൽ അംഗമാണ്. പക്ഷേ ഒരിക്കലും കളക്ടറുടെ ചേംബറിലോട്ട് ജില്ലാ ജഡ്ജി പോകാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം, സബോർഡിനേഷൻ. അതുകൊണ്ടാണ് പ്രോട്ടോകോൾ അനുസരിച്ച് കളക്ടർ ജില്ലാ ജഡ്ജി എടുത്ത് വന്നോണം, SP ജില്ലാ ജഡ്ജി എടുത്ത് വന്നോണം, പോലീസ് കമ്മീഷൻ ആണെങ്കിൽ ജില്ലാ ജഡ്ജി എടുത്ത് വന്നോണം. അപ്പോൾ ആ രീതിയിലേ പാടുള്ളൂ. ഇതൊക്കെ അറിയാൻ വയ്യാത്ത ആളുകൾ ഇവരെ കയറി സാറേ എന്നൊക്കെ വിളിച്ച് നടക്കുന്നവരുണ്ട്. അത് കാരണം എന്താണെന്നറിയോ, ഞാൻ ഈ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ പവർ വിനിയോഗിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത് പുതിയതായിട്ട് ഒരു ജില്ലാ ജഡ്ജിക്ക് തീരുമാനത്തിന് പ്രാമുഖ്യം കൊടുക്കണം, പ്രൈമസി കൊടുക്കണം എന്നും പറഞ്ഞൊരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിൽ കഴമ്പൊന്നുമില്ല, നേരത്തെ മുതലുള്ളതാണ്. ഇപ്പം അതൊന്നും മാറ്റാൻ, പക്ഷേ അത് വീണ്ടും തിരികെയാക്കേണ്ടതായിട്ട് വന്നു. ഏതായാലും നല്ല ആളുകൾ ചിന്തിക്കുക. രാഷ്ട്രീയം മാത്രമല്ല അതിൽ നോക്കേണ്ടത്, നിർവഹണം നടക്കണം. ഭാഗമെന്ന് പറയുന്നത് വളരെ വലുതാണ് ഇവരുടെ പങ്കെന്ന് പറയുന്നത്, ഈ പ്രോസിക്യൂട്ടേഴ്സിൻ്റെയും ഗവൺമെൻറ് ലീഡർമാരുടെയും. അതുകൊണ്ട് അങ്ങനെ കൊള്ളാവുന്നവരെ നോക്കി നിയമിക്കുക.